സ്വർഗീയവിരുദ്ധ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. തോമസ് ഊട്ടി ബ്രദർ UK-യിൽ ശുശ്രൂഷിക്കുന്നു. സ്റ്റെയിൻസ്, ജൂൺ 6 ശനി രാവിലെ 10-ന്. വെസ്റ്റ് ക്രോയ്ഡോൺ, ജൂൺ 6 ശനി വൈകിട്ട് 6 മണിക്ക്. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കാട്ടാക്കടയിലെ TV പ്രേക്ഷക മീറ്റിംഗിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. യേശു ഉയർത്ത് ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ നാളെക്കുറിച്ചൊന്നും നമുക്ക് പ്രത്യാശിക്കാനില്ല. ഞങ്ങൾ കാട്ടാക്കടയിൽ ഒന്ന് തുള്ളിച്ചാടി ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഭാരപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കല്ലറയെ പൊട്ടിച്ചവൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് പ്രതിസന്ധി ആയിരിക്കും. പാടി സ്തുതിച്ചോണം. ഇന്നത്തെ എപ്പിസോഡ് ഒരാരാധനയുടെ എപ്പിസോഡ്. ഇതിൻ്റെ കൂടെ പാടിക്കോണം, ആടിക്കോണം. അതിനിടയിൽ രോഗി സൗഖ്യമാകും, ബന്ധനങ്ങൾ അഴിയും, അത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് കാട്ടാക്കടയിലേക്ക് പോകാം. ഇന്നേ ദിനം ദൈവനിർമ്മീതം, ദൈവനിർമ്മീതം. സന്തോഷിക്കാം, സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം. ഇന്നേ ദിനം ദൈവനിർമ്മീതം, സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം. ഇന്നേ ദിനം വാക്ക് പറഞ്ഞാൽ മാറാത്ത നല്ല കർത്താവ് യേശു നമ്മുടെ മധ്യത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വാക്കൊരിക്കലും മാറത്തില്ല. യേശു മറ്റൊരിക്കലും ഇങ്ങനെയും പറഞ്ഞു, ആകാശം മാറിപ്പോവും, ഈ ഭൂമിയും മാറിപ്പോവും, എൻ്റെ വായിലെ വാക്കുകളോ ഒരിക്കലും മാറത്തില്ല. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കി. ശാരീരിക രോഗ വിടുതൽ വേണ്ടി ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർ വരാനൊരു കാരണമുണ്ട്. 2-3 പേരുടെ നാമത്തിൽ കൂടുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ യേശു ഇവിടെ ഉണ്ടായിരിക്കും. ദൈവമക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു ദൈവദാസന് സൗഖ്യമാക്കാനുള്ള പ്രത്യേക കഴിവുകളോ സിദ്ധികളോ ഒന്നുമില്ല, പ്രത്യേക സിദ്ധിയില്ല. എന്നാൽ തിരുവചനം പറയുന്നു, യേശു സ്വന്തം വാമൊഴിയായി പറഞ്ഞതാ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തു. യേശുവിനെ കണ്ടിട്ടും സ്വന്തം ശിഷ്യന്മാർക്ക് വിശ്വാസം വന്നില്ല. അവരെ ആർക്കും കുറ്റം പറയാനും ഒക്കത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം കല്ലറയിൽ കൊണ്ട് അടക്കിയത് അവർ കണ്ടതാണ്. ഒരു വലിയ കല്ലുരുട്ടി വെക്കുന്നവർ കണ്ടതാണ്. പട്ടാളക്കാർ കാവൽ നിൽക്കുന്നത് അവർ കണ്ടതാണ്. നമ്മളൊക്കെ എത്രയോ ഫ്യൂണറലിൽ, ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ച് സെമിത്തേരിയിൽ അടക്കിയിട്ട് വീട്ടിൽ പോന്നു. എല്ലാ കല്ലറകളും അടഞ്ഞ് മൗനമായിരിക്കുമ്പോൾ ഇതാ 3-ാം നാൾ റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന പട്ടാളക്കാരെ ആശ്ചര്യഭരിതരാക്കിക്കൊണ്ട് കല്ലിനെ ഉരുട്ടി മാറ്റി ദൈവപുത്രൻ മാനവജാതിയുടെ
രക്ഷയ്ക്കായി ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സാത്താന്റെ മുഖമടച്ചുള്ള അടിയായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മാനവജാതിയുടെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായ മരണത്തിൻ്റെ മുഖത്തിനേറ്റ പ്രഹരമായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം വിജയമല്ല, മനുഷ്യനായി പിറന്ന മുഴുവൻ പേരുടെയും വിജയമാണ്. എല്ലാ മനുഷ്യരെയും നോക്കി കല്ലറ ഇങ്ങനെ വിളിച്ചു പറയും, നീ എത്ര പേര് വേണമെങ്കിലും സമ്പാദിച്ചോ, നീ പ്രമുഖനായിക്കോ, നീ ഇഷ്ടം പോലെ പണം സമ്പാദിച്ചോ, കല്ലറ പറയും ഒടുവിൽ നിന്നെ ഞാൻ ഒതുക്കും. മരണം പറയും നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. എന്നാൽ യേശു പുനരുത്ഥാനം ചെയ്തതോടെ കല്ലറയ്ക്കും മരണത്തിനും ആദ്യമായിട്ട് അടിതെറ്റി, പിടിവിട്ടു. നമ്മളിങ്ങനെ വായിക്കുന്നു, മരണത്തിൻ്റെ കയറുകളെ പൊട്ടിച്ചുകൊണ്ട് മനുഷ്യജാതിയുടെ പ്രതിനിധിയായി യേശു ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവനെ പിടിച്ചു വെക്കുന്നത് മരണത്തിന് അസാധ്യമായിരുന്നു. ആമേൻ. ഈ വിജയം വാസ്തവത്തിൽ കുറച്ചുപേര് ഘോഷിക്കേണ്ടതല്ല, എല്ലാവരും ഘോഷിക്കേണ്ടതാണ്. നമ്മളുടെ രാജ്യം ക്രിക്കറ്റ് ഒന്ന് വിജയിച്ചാൽ നമുക്ക് എന്തൊരു സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജയത്തിൻ്റെ ഘോഷം നടത്തേണ്ടത് കുറച്ചു പേരല്ല, ലോകത്തിലെ സകല ജനങ്ങളാണ്. സാധാരണ ഈ വിജയിച്ച ടീം ഇങ്ങനെ ഘോഷിക്കുന്ന കണ്ടില്ലേ കണ്ടില്ലേ, ആ തോറ്റ ടീമിൻ്റെ പേര് പറഞ്ഞിരിക്കും ഇവിടെ എങ്ങും കണ്ടില്ലേ എന്ന് പറയും, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളും ഘോഷിക്കേണ്ടതെന്ന് കണ്ടില്ലേ കണ്ടില്ലേ മരണത്തെ കണ്ടില്ലേ, കണ്ടില്ലേ കണ്ടില്ലേ കല്ലറയുടെ വീര്യം കണ്ടില്ലേ, യേശു ഉയർത്തു ജീവിക്കുന്നു, യേശു ഉയർത്തു ജീവിക്കുന്നു. വിളിച്ചൊന്ന് പറഞ്ഞ് യേശു ഉയർത്തു ജീവിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ന് കാണുന്ന പുരോഗതിയുടെയും പുറകിൽ ശാസ്ത്രത്തിൻ്റെ എത്ര വലിയൊരു കരമാണ്. പക്ഷെ ശാസ്ത്രത്തിനും പരിമിതിയുണ്ട്. പരിമിതമായ ശാസ്ത്രത്തിന് ഒരിക്കലും തെളിയിക്കാൻ പറ്റത്തില്ല മരിച്ച ഒരാൾ മൂന്നാം നാൾ എഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഈ അത്ഭുത സൗഖ്യങ്ങളൊക്കെ ഇവിടെ വന്ന് തെളിയിച്ചേന്ന് പറഞ്ഞാൽ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ആമേൻ. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയാത്ത ഒന്നല്ലേ കന്യകാ ജനനം, അല്ലേ? ഒരു കന്യകയുടെ ഉദരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ക്രിസ്തു ഉരുവായി എന്ന് പറഞ്ഞാൽ പുരുഷ സ്ത്രീ ബീജ അണ്ട സങ്കലനം കൂടാതെ ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ വന്നിട്ടുള്ളൂ, അത് നസ്രായനായ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ഇന്ന് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും അതേ ജനനമാണ് നടക്കുന്നത്. അതാ വീണ്ടും ജനനം. യേശു ക്രിസ്തുവിൻ്റെ ജനനവും ഒരു വ്യക്തി ഉള്ളിൽ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വീണ്ടും ജനനം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിൽ ജനിച്ചത് അതേ ക്രിസ്തുവാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊന്ന് ജയം ഘോഷിക്കാൻ പോവുക. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ് യേശുവിൻ്റെ ജയം നിങ്ങളുടെയും കൂടെ ജയമാണ്. ഇനി മരണത്തെ ഭയപ്പെടണ്ട. മുഖത്ത് നോക്കി പറഞ്ഞേ, ഇനി മരണത്തെ ഭയപ്പെടണ്ട, ഇനി കല്ലറയെ പേടിക്കണ്ട. യേശുവിൻ്റെ ജയം എൻ്റെയും കൂടെ ജയമാണ്. എന്നുറക്കെ പറഞ്ഞ് യേശുവിൻ്റെ ജയം എൻ്റെയും കൂടെ ജയമാണെന്ന് എത്ര പേര് പറയും? പക്ഷേ നമ്മുടെ പ്രശ്നം ഇതാ, ഈ ഉയർത്ത് ജീവിക്കുന്നു എന്ന് പറയുന്നല്ലാതെ ഇവിടെ ആളെ കാണാനില്ലല്ലോ. ഇവിടെ എങ്ങാനും കാണുകാരുന്ന ഈ സുവിശേഷ വേലയുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും വന്ന് മുട്ടുമടക്കിയാണ്. കാരണം ഒരു ദിവസം എല്ലാ കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും. എല്ലാ കണ്ണും അവനെ കുത്തിത്തുളച്ചവനും അവനെ കാണും. മേഘാരൂഢനായി രാജാധി രാജാവായി കർത്താധി കർത്താവായി യേശു ഇനി വേഗം വരാൻ പോവാ. ഇപ്പം വിശ്വാസത്താൽ കാണുന്നവർ ഭാഗ്യവാന്മാർ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിച്ചവർ മഹാഭാഗ്യവാന്മാർ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ ശാസ്ത്രം എപ്പോഴും പറയുന്നത് ഞങ്ങളെ തെളിയിച്ച് കാണിക്ക് എന്നാൽ വിശ്വസിക്കാമെന്ന്. എന്നാൽ കർത്താവ് പറയുന്നത് നീ വിശ്വസിക്ക് എന്നാൽ ഞാൻ തെളിയിക്കാമെന്ന്. വിശ്വസിക്ക് എന്നാൽ ഞാൻ തെളിയിക്കാം. അതാണ്
ആ കല്ലറയുടെ മുമ്പിൽ വന്നപ്പോൾ മനുഷ്യൻ ശാസ്ത്രബോധത്തില. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്നപ്പോൾ നാഥ നാറ്റം വെച്ചു. യേശുവേ, കല്ലറവാതിൽ മാറ്റാൻ കർത്താവ് പറയണം, നാറ്റം വെച്ചു. ശാസ്ത്രീയമായി മനുഷ്യന് നമുക്കറിയാം, നമ്മുടെ ബയോളജിക്കൽ നോളജ് അനുസരിച്ച് നാറ്റം വെച്ച ഒരു ബോഡി അതിൻ്റെ കല്ലറവാതിലൊന്ന് ഉരുട്ടി മാറ്റി. ഒരു എലി ചത്ത് ചീഞ്ഞാൽ എന്തൊരു നാറ്റമായിരിക്കും. ആ പെങ്ങൾ പറഞ്ഞു, നാഥ എന്തായി കാണിക്കാൻ പോകുന്നത്? കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അടുത്തിരിക്കുന്ന ആൾ പറ, കണ്ടിട്ട് വിശ്വസിക്കുകയല്ല, വിശ്വസിച്ചാൽ കാണും. നീ വിശ്വസിച്ചത് കാണാൻ പോവുക. നീ വിശ്വസിച്ചത് കാണാൻ പോവുക. യേശു കർത്താവ് നിന്റെ കടഭാരം മാറ്റും. യേശു കർത്താവ് നിന്റെ രോഗം നീക്കും. യേശു കർത്താവ് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഒരുക്കപ്പെട്ട ഒരു സ്വർഗമുണ്ട്. ഈ ലോകത്തിൽ അനുഗ്രഹവും നിത്യജീവനുമുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മിഷൻ മന്ത്സിലൂടെ നമുക്ക് ക്യാമറാസ്, അതുപോലെ നമുക്കൊരു റിട്രൈവിംഗ് സിസ്റ്റം ഇല്ല, ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. പലരും അതിനകത്ത് കൈ നീട്ടിയതിൽ വളരെ നന്ദിയുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടിയ ഒരു റിട്രൈവിംഗ് സിസ്റ്റത്തിനൊക്കെ വേണ്ടി ഇനിയും വരേണ്ടിയിരിക്കുന്നു. ജൂലൈ 31 വരെയാണ് നമ്മുടെ മിഷൻ മന്ത്സ്. അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. അടുത്ത മാസം 31 നമുക്കെല്ലാവർക്കും ചേർന്ന് പ്ലാൻ ചെയ്ത് നമ്മുടെ ഈ TV പ്രോഗ്രാമിലൂടെ ലോകമെങ്ങും അനേകരെ വിടുവിക്കുവാൻ നമ്മൾ ഒന്നിച്ച് കൈ നീട്ടാൻ പോവുക. ഓരോരുത്തരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് മനസ്സിൽ തോന്നിക്കും, പരിശുദ്ധാത്മാവ് തന്നെ തോന്നിക്കും, ഈ ഒരു വേലയിൽ ഞാൻ എന്താ കൊടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്. നമുക്കൊന്നിച്ച് മിഷൻ മന്ത്സ് 30-നകം നമുക്കതിൽ പങ്കാളിയാകണം. ഈ നമ്പറുകളിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിച്ച് അതെങ്ങനെ അതിൽ പാർട്ട്ണറാകാൻ പറ്റുമെന്ന് നിങ്ങളോട് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അറിയിക്കും. ഈ മിഷൻ മന്ത് 5 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഒന്നിച്ച് ഒരു 5 വർഷത്തിന് ശേഷം നമ്മൾ ഒന്നിച്ച് ഒരു സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഇത് 3 മാസം നീണ്ടു നിൽക്കുന്നത്. ജൂലൈ 31 മിഷൻ മന്ത് ഇനിയും ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ജൂലൈ 31 നമ്മുടെ മിഷൻ മന്ത് അവസാനിക്കുക. 5 വർഷത്തിന് ശേഷം നമ്മൾ ഒന്നിച്ച് ചേർന്ന് മീഡിയ എന്ന് പറയുന്ന തോമസ് ബ്രദർ പറഞ്ഞ പോലെ ഒരു ക്രൂസൈഡിൽ ഒരു കുടുംബത്തിൽ സംസാരിക്കുകയും അപ്പോൾ തന്നെ അനേകർ ആത്മഹത്യത്തിൽ നിന്നും കുടുംബജീവിതം തകർന്നവർ ഒന്നിപ്പിക്കാനും ഒക്കെയും ഈ ടെലിവിഷൻ പ്രോഗ്രാം അതിന് മുഖാന്തരമായി തീർന്നു. ഇതിന് സ്പോൺസർ ചെയ്യുന്നവരും ഇതിൻ്റെ പിന്നിൽ നൽകിയവരും ഇതിന് ഒരു കാര്യം ഉറപ്പായി ഞങ്ങൾക്കറിയാം, വചനത്തിലൊരു മനോഹരമായൊരു വാഗ്ദത്തമുണ്ട്. ദൈവം തന്നോടുള്ള സ്നേഹത്തിനായി ചെയ്ത ഒരു കാര്യവും മറന്നു കളയുവാൻ അനീതിയുള്ളവൻ അല്ല എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ ഇതിന് നൽകുമ്പോൾ അത് മറന്നു കളയത്തില്ല എന്ന് പറഞ്ഞാൽ, നമ്മളും നമ്മുടെ തലമുറകൾ ഉള്ളിടത്തോളം കാലം ദൈവം നന്മ കൊണ്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അനുഗ്രഹിക്കപ്പെടാൻ ഇതിന് നൽകണ്ട, അത് യേശു സൗജന്യമായി കർത്താവ് ദാനമായി തന്നെങ്കിൽ യേശുവിനോട് കോപ്പം അനുഗ്രഹം സൗജന്യമാണ്. എന്നാൽ ഇതൊരു നന്ദി സൂചകമാണ്, സ്റ്റുവർഡ്ഷിപ്പാണ്. കർത്താവ് ഇതൊരു അനുഗ്രഹമായി തീർന്നു. ഞങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും ജൂലൈ 31 വരെ നമ്മൾ മിഷൻ മന്ത് ഉണ്ട്. എങ്കിലും അത് ആദ്യമേ തന്നെ നൽകുവാണെങ്കിൽ പ്ലാൻ ചെയ്യാനും ഓരോ കാര്യം നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സഹായകമായിരിക്കും. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ 2-3 പേരുടെ നാമത്തിൽ കൂടുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് യേശു പറഞ്ഞെന്ന്. പക്ഷെ ആളെ കാണാനില്ലല്ലോ. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പറയണം. എന്തുവാ? ഞാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയാം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇപ്പം ഈ ഫാൻ കറങ്ങുമ്പോൾ കാറ്റുണ്ട്, കാണാൻ മേല. പക്ഷെ കാറ്റ് അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ് അവിടെ നിൽക്കുന്നവരുടെ തുണിത്തലപ്പുകൾ ആടുന്നുണ്ട്. കാണാവുന്ന അടയാളം. ഉറക്കെ പറഞ്ഞ്, കാണാൻ മേലാത്ത
വലിയ സത്യത്തിൻ്റെ കാണാവുന്ന അടയാളങ്ങൾ ഇവിടെ നടക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ദുരാത്മാക്കളെ പുറത്താക്കും. എൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും പറ അടയാളം. പറഞ്ഞ അടയാളം. മദ്യപാനിയായി തകർന്ന വ്യക്തികൾ, ആർക്കും മാറ്റാൻ കഴിയാഞ്ഞ വ്യക്തി ഇപ്പോൾ ഇതാ ബൈബിളും ഒക്കെ എടുത്ത് സമാധാന സുവിശേഷം പറയുന്നു. എല്ലാവരും പറഞ്ഞ അടയാളം. ഇത് കാണുമ്പോൾ അതുപോലെ രോഗികൾ സൗഖ്യമാകുന്നു. ഡോക്ടർമാർ പോലും കൈവടിഞ്ഞതാ. വിശ്വസിച്ചപ്പോൾ അത്ഭുതം നടക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ അടയാളം. അതാണ് കർത്താവ് പറഞ്ഞ, വിശ്വസിക്കുന്നവരാൽ ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളം നടക്കും. ഇന്ന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ യേശു ജീവനോടെ ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളം നടക്കും. ഈ ഓഡിറ്റോറിയത്തിൽ കർത്താവ് നടക്കുന്നെന്നുള്ളതിൻ്റെ അടയാളം നടക്കും. മരണത്തെ ജയിച്ചെന്നുള്ളതിൻ്റെ അടയാളം നടക്കും. കല്ലറ തോറ്റെന്നുള്ളതിൻ്റെ അടയാളം നടക്കും. യേശു രാജാവായി വേഗം വരും എന്നുള്ളതിൻ്റെ അടയാളം നടക്കും. നിനക്ക് വേണ്ടി ഒരു ഭവനം സ്വർഗത്തിൽ ഒരുങ്ങുന്നെന്നുള്ളതിൻ്റെ അടയാളം നടക്കും. ഈ യേശുവിൽ വിശ്വസിച്ചാൽ പിന്നെ ഒന്നും ഭാരപ്പെടണ്ട. ലോകം മുഴുവൻ നിന്നെ നിന്ദിച്ചാലും അവരുടെ മുമ്പിൽ നിന്നെ മാനിക്കും എന്നുള്ളതിൻ്റെ അടയാളം കൂടെ ആയിരിക്കും ഇന്നിവിടെ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യ പ്രവൃത്തികൾ. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമുക്കൊന്ന് ആർപ്പോടെ ഘോഷിക്കാം. കാണാത്ത തന്നെ വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? യേശു ഉയർത്ത് ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവരുടെ കരമൊന്ന് വീശി കാണിച്ചേ. കരമൊന്ന് വീശി കാണിച്ചേ. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? യേശു ഇവിടെ ഉണ്ടോ? ലോകത്തിൽ അനേകർ പറയും നിങ്ങൾ കൈവീശുന്ന മണ്ടത്തരമാണ്. പക്ഷെ ഇവിടെ ഈ കൈ ഉയർത്തിയവർക്കറിയാം അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഉയർത്ത് ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിനെ, ആ കല്ലറയെ പൊട്ടിച്ച കർത്താവിൻ്റെ ആ ജയം ഒന്ന് ഘോഷിക്കാൻ പോവാ. ആ ക്രിക്കറ്റ് ജയിച്ചപ്പോൾ, ഫുട്ബോൾ ജയിച്ചപ്പോൾ, നമ്മുടെ ഗ്രാമം പന്തുകൾ ജയിച്ചപ്പോൾ നമ്മൾ കണ്ടോടാ എന്ന് പറഞ്ഞെങ്കിൽ, ആ ശത്രുവിൻ്റെ കാര്യം അല്ലെങ്കിൽ എതിരെ കളിച്ചവർ നിന്നെ കണ്ടില്ലേ എന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് നമ്മൾ പാടാൻ പോ കൊല്ലുന്ന മരണത്തിൻ ഘോരതരമായ വിഷപ്പല്ല് തകർത്തു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കും. യേശു ഉയർത്തു ജീവിക്കുന്നു. കരം അടിച്ചുകൊണ്ട് യേശു ജീവിക്കുന്നതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം യേശു അത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, എൻ്റെ ഉള്ളത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, എൻ്റെ ഉള്ളത്തിൽ ജീവിക്കുന്നു. ഇനി വേഗം വരും രാജരാജനെ വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ഉയർത്തു ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കിനി മരണത്തെ പേടിക്കേണ്ടെന്ന് മാത്രമല്ല, ആമേൻ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ലോകത്തിൽ പ്രതിസന്ധിയും പ്രയാസവും ഇല്ലാത്ത ആരുമില്ല. പത്രം വായിച്ചാൽ, മാർക്കറ്റിലേക്ക് നോക്കിയാൽ, സമൂഹത്തിലേക്ക് നോക്കിയാൽ പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മുടെ വീടുകളിലും പ്രശ്നം കാണും. പക്ഷേ യേശു ഉള്ളവർക്ക് മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കർത്താവ് ജീവനോടെ ഉള്ളതുകൊണ്ട് നാളെ എനിക്ക് നേരിടാൻ പറ്റും. മനോഹരമായ ഒരു ഇംഗ്ലീഷ് ഗാനമുണ്ട്. ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് മൈ ടുമോറോ. പലരും നാളത്തെ ദിവസത്തെ അഭിമുഖീകരിക്കാൻ പേടിച്ച് ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുക. അത് നീ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടാ. നീ തന്നെ അല്ല നാളത്തെ ദിവസത്തെ ഫേസ് ചെയ്യാൻ പോകുന്നത്. യേശു കൂടെ കാണും. അങ്ങനെയുള്ളവരാ പാടുന്നത്. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds my future, and life is worth the living just because he lives. യേശു വാഴുകയാ.
ധന്യമേ ലോക ജീവിതം. നമുക്കൊക്കെ നാളത്തെ പല കാര്യങ്ങളെക്കുറിച്ചും ആശങ്കയില്ലേ? വിദ്യാർത്ഥികൾക്കില്ലേ? ജോലിക്കാർക്കില്ലേ? കർഷകർക്കില്ലേ? ഉണ്ട്. ആശങ്കയുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. ഓ, ഞാൻ മാത്രമേ ഉള്ളൂ? എല്ലാവർക്കും ഉണ്ട്. നമുക്കെല്ലാം ആശങ്കയുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് അവിടെ ചെല്ലാൻ മേല. പക്ഷെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യേശു മാത്രം ഈ ലോകത്ത് വന്നവരിൽ യേശു മാത്രം പറഞ്ഞിട്ടുള്ള, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ, നാളെ വെള്ളിയാഴ്ചയും യേശു കൂടെയുണ്ട്. പറഞ്ഞ അടുത്ത മാസം യേശു കൂടെയുണ്ട്. ആ ജപ്തി നടക്കുമെന്ന് പറഞ്ഞേക്കുന്ന ഒരു ദിവസമില്ലേ, അന്നും യേശു കൂടെയുണ്ട്. അങ്ങനെയുള്ളവരാ പാടുന്നത്, യേശു വാഴ്ക ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലൊന്നോർത്താൻ. എത്ര ധന്യമേ ലോക ജീവിതം. എത്ര ധന്യമേ ലോക ജീവിതം. because he Lives, I can face tomorrow because he lives. All fear is gone because I know he holds my future, and life is worth the living just because he lives. ധൈര്യമാണോ? യേശു നാളുകളിൽ കൂടെ കാണുമോ? യേശു മാത്രം പറഞ്ഞൊരു വാക്കുണ്ട്, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുല ചിന്തപ്പെടേണ്ട. ഇന്നൊരു ദിവസം മാത്രം ചിന്തിച്ചാൽ മതി. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നാളെയും അത്ഭുതകരമായി നടക്കും. അടുത്തിരിക്കുന്ന വ്യക്തിയോടൊന്ന് പറഞ്ഞ്, നാളുകളെ കുറിച്ച് വിചാരിച്ച് ഇന്നത്തെ ദിവസം കൂടെ ജീവിക്കാതെ പോകരുതെന്ന് പറഞ്ഞ്. അല്ല, ഇങ്ങനൊന്ന് പറഞ്ഞ്, നിങ്ങളുടെ നാളുകൾ നിങ്ങളുടെ ഇന്നുകളെ തിന്നുകളയരുതെന്ന് പറഞ്ഞു. നിങ്ങളുടെ നാളുകൾ, ഇന്ന് വാസ്തവത്തിൽ ഒരു പ്രശ്നമില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു, ഉച്ചക്കത്തേത് ഓക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. പക്ഷെ നാളെയെക്കുറിച്ച് ആ ഭാരം. ഒറ്റ ആള് ചിരിക്കുന്നില്ല. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, നാളെ ഓർത്ത് ഭാരപ്പെടാതെ ഇന്നിനെ നോക്കി ഒന്ന് ചിരിച്ച് ഒന്ന് കരം കൊടുത്ത് പറഞ്ഞ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം, ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, നാളെ ഓർത്തൊന്നും ഭാരപ്പെടാൻ എന്നെ കിട്ടത്തില്ല, ഇന്ന് എൻ്റെ കർത്താവ് ഉണ്ടാക്കിയ ദിവസം. ഇന്ന് അടിപൊളി പറ, ഇന്ന് അടിപൊളി. ഇന്ന് അടിച്ച് പൊളിച്ച് കർത്താവിൽ ആനന്ദിച്ച് സന്തോഷിച്ചാൽ നാളുകളുടെ വാതിൽ തുറന്നിരിക്കും. നാളെ ഓർത്ത് ഇന്ന് ഭാരപ്പെട്ടിരുന്നാലുണ്ടല്ലോ ഉള്ള വാതിലൂടെ അടയും. പക്ഷെ ഇന്ന് പാടി അപ്പോസ്തലന്മാർ ആ ജയിലറയിൽ കടന്ന്, ഇന്ന് പ്രതികൂലമാണെങ്കിലും അവരങ്ങോട്ട് പാടി കർത്താവിനെ സ്തുതിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? വാതിലെല്ലാം തുറന്നുപോയി, ചങ്ങലകളെല്ലാം അഴിഞ്ഞുപോയി. ഹലോ, കണ്ണടയ്ക്കാതെ. അടുത്തിരിക്കുന്ന ഞാൻ നാളെ നോക്കി കണ്ണടയ്ക്കാതെ എന്ന് പറഞ്ഞു. പ്രതിസന്ധി ഉണ്ടെന്നേ, പ്രതികൂലമൊക്കെ ഉണ്ടെന്നേ, പക്ഷെ യേശു കൂടെ ഉണ്ടെന്ന് വിശ്വാസമുള്ളവരെന്ന് ചിരിച്ചേ. സോ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. എല്ലാവരും ഒന്ന് വിളിച്ചു പറഞ്ഞേ, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. വിളിച്ചു പറഞ്ഞോട്ടെ. എനിക്കറിയില്ല വിലക്കയറ്റം വരുമോ, ചില കാര്യങ്ങൾക്ക് വില ഇറങ്ങുമോ, മാർക്കറ്റ് എങ്ങനെ, ഒന്നും, എല്ലാം ഫ്ലക്ച്വേറ്റിംഗ്. ഒരാളുടെയും കാര്യം ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം കൂടെയുള്ളൂ. അതുകൊണ്ട് ഒന്നുകൂടൊന്ന് വിളിച്ചു പറഞ്ഞ്, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. കർത്താവ് ഉള്ളത് കൊണ്ട് നാളുകളെ എനിക്ക് നേരിടാൻ പറ്റും. നമുക്കിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കാട്ടാക്കടയിൽ എല്ലാ TV പ്രേക്ഷകരും ഒന്നിച്ച് ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ക്യാമറകളിലേക്ക് ഒന്ന് കൈ നീട്ടി പ്രാർത്ഥിച്ച്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ കാട്ടാക്കടയിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾ ലോകമെങ്ങുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാധാനമില്ലാത്തവരുണ്ട്, സ്വസ്ഥതയില്ലാത്തവരുണ്ട്. കർത്താവേ, ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവദാസന്മാരെ നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നാഥ, നാളെ എങ്ങനെ ജീവിക്കും, നാളെ എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെ മേൽ യേശുവിൻ്റെ അത്ഭുതം നടക്കട്ടെ. കർത്താവെ, ആ ജയിലറയ്ക്കുള്ളിൽ ദൈവദാസന്മാർ മുറിവുകളോടും ചങ്ങലയിലും കിടന്ന് ആരാധിച്ചപ്പോൾ, അവരെ തളരാതെ ആരാധിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ പൊട്ടിയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ചങ്ങലകളുണ്ട്. എന്തിന് കർത്താവെ? ജയിലറയിൽ ആവശ്യമില്ലാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അപ്പോൾ തന്നെ തെറ്റ് പറ്റിയവരുണ്ട്. യേശുവേ എന്ന് വിളിക്കുന്ന ഈ നിമിഷം കാരാഗ്രഹ വാതിലുകൾ തുറക്കട്ടെ, കേസുകൾ മാറട്ടെ,
രോഗബന്ധനങ്ങൾ അഴിയട്ടെ, തളർച്ചകൾ മാറട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ജപ്തി നടപടിയുടെ മുമ്പിൽ മരണമല്ലാതെ വേറെ വഴിയില്ല എന്ന് നോക്കി നാളെയെ നോക്കി ഭാരപ്പെടുന്നവർ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലാകട്ടെ, ഭവനങ്ങളിൽ വിടുതലാകട്ടെ, തളർന്ന് കിടക്കുന്നവർ എഴുന്നേൽക്കട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് കഴിവില്ല, അങ്ങ് ജീവനോടെ ഉണ്ടല്ലോ യേശുവേ. ആ വീട്ടിൽ നിരാശയോടെ ഇരിക്കുന്ന വ്യക്തിയെ കർത്താവ് തൊടണമേ, മാനസിക രോഗിയെ തൊടണമേ, തകർന്നവരെ തൊടണമേ, ക്യാൻസർ രോഗിയെ തൊടണമേ യേശുവേ. ആ നാമം ഒന്ന് വിളിച്ച്, ആ ഭവനങ്ങളിലുള്ളവരെന്ന് വിളിച്ച് യേശുവേ, ജീസസ്. കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, സൗഖ്യമാകും. ഇപ്പോൾ തന്നെ വിടുതൽ നിങ്ങളുടെ മേലുണ്ട്. ഏറ്റെടുക്കുക. ഏത് സമയത്തും ഈ നമ്പറിൽ നിങ്ങളുടെ ഒരു കോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. കൈ ഒന്ന് നീട്ടിക്ക്, തളർന്നിരിക്കുന്ന ആളൊന്ന് എഴുന്നേറ്റ്. വിടുതലുകൾ ഇപ്പോൾ തന്നെ നടക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. തോമസ് ഊട്ടി ബ്രദർ UK ശുശ്രൂഷിക്കുന്നു. സ്റ്റെയിൻസ്, ജൂൺ 6 ശനി രാവിലെ 10. വെസ്റ്റ് ക്രോയ്ഡോൺ, ജൂൺ 6 ശനി വൈകിട്ട് 6 മണിക്ക്. ബർമിംഗ്ഹാം, ജൂൺ 7 ഞായർ രാവിലെ 10 ഉച്ചതിരിഞ്ഞ് 2. ബോസ്റ്റൺ, ജൂൺ 7 ഞായർ വൈകിട്ട് 5 മണിക്ക്. ബെൽഫാസ്റ്റ്, ജൂൺ 12 വെള്ളി വൈകിട്ട് 6. മദർവെൽ, ഗ്ലാസ്ഗോ, ജൂൺ 14 ഞായർ. प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू.